നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കുറച്ച് മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്ന് സുഭാഷ് പച്ചക്കറി കൊണ്ടുവന്നപ്പോൾ നല്ല കൊണ്ടാട്ടം മുളക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങിയിട്ട് കുറച്ച് കൊണ്ടാട്ടം ഉണക്കാം. നമ്മുടെ കൊണ്ടാട്ടം കഴിയാറായിരിക്കുകയാണ്, മുളക് കൊണ്ടാട്ടം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇപ്പോൾ 4-5 ദിവസത്തെ പണിയാണ് കൊണ്ടാട്ടം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. മുളക് ഫുള്ളും ഈ പാത്രത്തിലേക്ക് ഇട്ടു. ഇത് ഫസ്റ്റായിട്ട് നമുക്കൊന്ന് കഴുകാട്ടോ. പാത്രം നിറയെ ഉണ്ട്, മുഴുവൻ ഉണ്ടാക്കാം കേട്ടോ. കഴുകാം, ഫസ്റ്റായിട്ട് കഴുകണം. കഴുകാന്ന് വെച്ചാൽ അതിന്മേ കുറേ സ്ഥലത്തു നിന്ന് വരുന്നതല്ലേ. മരുന്നടിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് പോകണം, പൊടി ഉണ്ടെങ്കിൽ പൊടി പോകണം. എന്തായാലും എന്ത് സാധനമായാലും പച്ചക്കറി വാങ്ങുമ്പോൾ ബെസ്റ്റായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം നമുക്ക് തുടങ്ങാൻ പണി. ആദ്യം തന്നെ ഞാൻ പാത്രത്തിൽ ഉപ്പിട്ടു. അതിൽ 1 കപ്പ് മോരൊഴിച്ചു. നല്ല കട്ടിയുള്ള മോര്, പുളിയുള്ള മോര്. ഇനി അതിലേക്ക് നമുക്ക് ഈ മുളകിൻ്റെ തുമ്പൊന്ന് പൊട്ടിച്ച് അതിലേക്ക് ഇടാം. ഈ മുളകിന് ഈ മോര് പോരാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചതാട്ടോ. 1 കപ്പും കൂടി ഒഴിച്ചു. കുറേ മുളകില്ലേ, അപ്പം മോര് വേണ്ടേ. അപ്പോൾ നല്ല പുളിയുള്ള മോരിൽ, കട്ടിയുള്ള മോരിൽ ഉപ്പ് നന്നായിട്ട് ഇട്ടിട്ട് മുളകിൻ്റെ തുമ്പൊന്ന് അങ്ങോട്ട് പൊട്ടിച്ചിടാം. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഉണങ്ങാൻ ഒരു 3-4 ദിവസമെങ്കിലും എടുക്കും. നല്ല വെയിലുള്ളപ്പോൾ മാത്രമേ ഇത് ഉണ്ടാക്കാൻ നോക്കണ്ടൂ കേട്ടോ. ഇപ്പം നല്ല വെയിലുണ്ട്. നമുക്ക് ഈ മെയ് മാസം കഴിയുമ്പോഴേക്കും എല്ലാ പണികളും കഴിയണം. കണ്ടോ, ഇത്രയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മോരുണ്ട്, ഇഷ്ടം പോലെ ഇടാട്ടോ മുളക്. ഇത് ഫുള്ളും ഇതിലാക്കിയിട്ട് ഇന്ന് ഫുൾ ടൈം വയ്ക്കുക. നാളെ രാവിലെ നമുക്ക് വെയിലത്ത് വയ്ക്കാം കേട്ടോ. ഇതാ രാവിലെ ആയി. ഞാനിപ്പോൾ കുറേ എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് ഈ പ്ലേറ്റിലും കൂടി ഇടാൻ പോവാണ്. ഇതിന്ന് കോരിയിട്ട് കേട്ടോ. ഉപ്പൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരിക്കും. മോര് നന്നായിട്ട് ഉപ്പുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ രണ്ട് പ്ലേറ്റിലാക്കി ഞാൻ നിരത്തി. 2-3 പ്ലേറ്റിലാക്കിയിട്ട് കണ്ടോ, ഇത്രയും ബാക്കിയുണ്ട്. നല്ല പുളിയുള്ള മോരാട്ടാ, നല്ല എരിവുണ്ട്. ഇരിക്കട്ടെ, ഇത് അടച്ചു വയ്ക്കാം. മറ്റേത് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇത് കൊണ്ടിടാം കേട്ടോ. പരത്തി വെയിലത്ത് വയ്ക്കാം. 1 2 3 3 പ്ലേറ്റിലാക്കിയിട്ട് ഞാൻ വെയിലത്ത് വെച്ചു. ഇപ്പോൾ കിണറിൻ്റെ പക്കത്തെ പച്ചക്കണ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മുറ്റത്തേക്ക് ഇറക്കി വയ്ക്കാം. ആ കരിങ്കല്ലിൻ്റെ മുറ്റല്ലേ, അപ്പോൾ നല്ല ചൂടായിരിക്കും. വൈകുന്നേരമായി കണ്ടോ, ഉണങ്ങിയപ്പോൾ ഇത് ഇത്തിരി വെളുപ്പ് നിറം വന്നു അല്ലേ. ബാക്കി കുറേ ഭാഗം പച്ച കളർ തന്നെ. വീണ്ടും നമുക്ക് ഇതിലേക്ക് തന്നെ കൊണ്ടിടാം. ഇങ്ങനെ 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും 4-ാം ദിവസവും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ വെള്ളം, അതായത് മോര് വറ്റും. ഓരോ ദിവസത്തെയും വൈകുന്നേരം ആകുമ്പോൾ ഇതിൽ കൊണ്ടിടുക. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ വീണ്ടും എടുക്കുക, വെയിലത്തിടുക. അങ്ങനെ ഈ പ്രോസസ്സ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ ആക്കണമെന്ന്. എല്ലാ ഭാഗത്തും മോരൊക്കെ ആവണ്ടേ. ഉപ്പും എടുത്തു വെച്ചു. നമ്മുടെ 3-ാമത്തെ ദിവസം ഉണക്കം കഴിഞ്ഞു. 3 ദിവസത്തെ ഉണക്കം കഴിഞ്ഞപ്പോൾ ദാ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. 1-ാമത്തെ ദിവസം കുറച്ച് പച്ചയിനായിരുന്നു. 2-ാമത്തെ ദിവസം പച്ച കുറച്ചും കൂടി കുറഞ്ഞു. 3-ാമത്തെ ദിവസം ഇനി കുറച്ചേ ഉള്ളൂ പച്ച. നമുക്കിത് വീണ്ടും ഇതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം. ഇതിലേക്കൊക്കെ ഉപ്പും തൈരും ഒക്കെ. നാളേക്ക് വീണ്ടും ഈ തൈരൊക്കെ അവർ കുടിക്കും. എടുത്തേക്ക് 4-ാം ദിവസം കഴിഞ്ഞു അല്ലേ. മോരൊക്കെ ഏതാണ്ട് ഞാൻ കൈ ഉണ്ടാക്കാറ്.
ഞാൻ പിന്നെ നന്നായിട്ട് കൈ കൊണ്ട് ആക്കൊരു ഉള്ളി കയറാനായിട്ടേ ഇന്നും കൂടി ആക്കിയാൽ നാളെ തൊട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും. കംപ്ലീറ്റ് കഴിഞ്ഞു. മതിയുണ്ടോ? അപ്പം അങ്ങനെ നമ്മുടെ ഇത് ഇന്നത്തെ ഉണക്കം. നാളേക്ക് ഇതിലിട്ടാലേ ഇനി ഒന്നുമില്ല കാര്യമായിട്ട് അല്ലേ? അവസാനിപ്പിക്കാം അല്ലേ? ഇത് എനിക്ക് ഒഴിക്കണോ മോടിക്കോടെ? അപ്പം 4-ാം ദിവസത്തെ പകലത്തെ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാനത് അടുപ്പിൻ്റെ മുകളിലിടാം കേട്ടോ. നല്ല ചൂടുണ്ട് ഇവിടെ. തീ കത്തിച്ചിട്ടേ ഇവിടെ സ്റ്റീലിൻ്റെ ആണല്ലോ മോൾ ഭാഗം. അപ്പോൾ അതിന്മേൽ ഇട്ടുണ്ടെങ്കിൽ നല്ലോണം ചൂട് കിട്ടും. അങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ പരത്തി വെച്ചു. അപ്പോൾ നല്ലോണം ഒന്നും കൂടി ഉണങ്ങിക്കോളും. ഇങ്ങനെ നമുക്ക് ഇന്നും നാളെയും കൂടി ഉണക്കിയപ്പോഴതാ ഇതുപോലെ കേട്ടോ. ഇത് ഞാനിത് ഇനി പാത്രത്തിലാക്കി വെക്കാൻ പോവാം. എല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. ടിന്നിലാക്കി വെച്ചാൽ കുറേ കാലം ഉപയോഗിക്കാം കേട്ടോ. ഒരു കിലോ മുളക് ഉണക്കിയിട്ട് ഒരു ഈ ഓട്സിൻ്റെ ചെപ്പാണ് കേട്ടോ ഇത്. ഇതിലാക്കി വെക്കുകയാണ് നമ്മൾ. ഇനിയിപ്പോൾ ആവശ്യത്തിന് എടുക്കുക, വറുക്കുക. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ട മുളക് റെഡി ആയിട്ടോ. ഇനി ഒരു 2-3 ഒക്കെ എടുത്താൽ 4 എത്ര ആളുടെ അനുസരിച്ച് അതനുസരിച്ച് നമുക്ക് വറക്കാം. വല്ലപ്പോഴൊക്കെ എന്നും വേണമെന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കൊണ്ടാട്ടമുളക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായോ? ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ലേ. മുളക് വാങ്ങാൻ കിട്ടും. അതിപ്പോൾ ഇങ്ങനത്തെ തന്നെ മുളക് വേണമെന്നില്ല. നീളമുളകായാലും മതി. സാമ്പാർ മുളകില്ലേ അതായാലും മതി. തുമ്പ് പൊട്ടിക്കുക, മോരിലിടുക. അതിങ്ങനെ നന്നായിട്ട് മോരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നത്. നമ്മൾ വാങ്ങണ പാലിൽ നിന്ന് ഉണ്ടാക്കാം. പാലുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോരാണ്. ഞാനൊക്കെ അങ്ങനെ ഉണ്ടാക്കണത്. അതായത് നമ്മൾ രാവിലത്തെ ചായയും 4 മണി ചായ കഴിഞ്ഞ് ബാക്കി ഇത്തിരി പാല് വെക്കുമല്ലോ വൈകുന്നേരം വരെ. ആരെങ്കിലും വന്നാലും നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ബാക്കി വെക്കും. ആരും വന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഒഴിച്ച് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തൈര് മോരൊക്കെ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.